നമസ്കാരം. അനിവാര്യമായ വിധി പിണറായി സഖാവിനെ തേടിയെത്തിയോ? ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ എല്ലാം പലിശയും പിഴപ്പലിശയും നൽകാൻ പിണറായി സഖാവിന് സമയമായോ? CPM പാളയത്തിലെ പടയുടെ സൂത്രധാരൻ MV ഗോവിന്ദൻ മാഷാണോ? ഗോവിന്ദൻ മാഷും ഭരണകക്ഷി MLA തന്നെയല്ലേ? മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്വം എന്നൊരു സംഗതിയില്ലേ? LDF മുന്നണിയിൽ ഇരിക്കുന്ന ഒരംഗം തന്നെ പാർലമെന്റ് പ്രതിപക്ഷമായി അഴിഞ്ഞാടുമ്പോൾ അയാളെ നിലയ്ക്ക് നിർത്തേണ്ടത് ആരാണ്? പാർട്ടി സെക്രട്ടറിയാണോ? എങ്കിൽ എന്താണ് അദ്ദേഹം അത് ചെയ്യാത്തത്? CPM പാർട്ടിയിലെ ഒരാളും മിണ്ടുന്നില്ല എങ്കിൽ നമ്മൾ എന്താണ് കരുതേണ്ടത്? PV അൻവർ എന്ന ഇടതുപക്ഷ സ്വതന്ത്ര അംഗം ഈ സംവിധാനത്തെ തന്നെ വിലക്കെടുത്തു എന്നാണോ? അല്ലെങ്കിൽ ബാക്കി 98 അംഗത്തെയും ഫോൺ റെക്കോർഡിംഗ് ഉപയോഗിച്ച് അൻവർ കുടുക്കിക്കളഞ്ഞിട്ടുണ്ടാകുമോ? മുഖ്യമന്ത്രിയും അൻവറിന്റെ ഫോൺ ചോർത്തലിന് വിധേയമായിട്ടുണ്ടാകുമോ? അങ്ങനെയാണെങ്കിൽ ഈ ഭരണം തീരുന്നതുവരെ ഞാൻ നിങ്ങൾക്ക് വിധേയനായി നിന്നുകൊള്ളാം, ദയവായി എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് മുഖ്യമന്ത്രി അൻവറിനോട് കെഞ്ചി പറഞ്ഞിട്ടുണ്ടാകുമോ? സത്യത്തിൽ ഇതുപോലെയൊക്കെ അല്ലേ കേരളത്തിലെ കാര്യങ്ങൾ ഇപ്പോൾ പോകുന്നത്? PV അൻവർ ഒരു ബ്രാഞ്ച് സെക്രട്ടറിയായി ഒന്നും കയറി വന്ന ആളല്ല, CPM കുടുംബത്തിലേക്ക് വന്നു കയറിയതാണ്. പക്ഷെ വിരുന്നുകാരൻ വീട്ടുകാരനായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പൊന്നു കായ്ക്കുന്ന മരമാണെങ്കിലും പുരയ്ക്ക് മീതെ ചാഞ്ഞാൽ വെട്ടി മാറ്റണമെന്നാണ് പഴമക്കാർ പറഞ്ഞിട്ടുള്ളത്. CPMന്റെ നയവും എല്ലാ കാലത്തും ഇതൊക്കെ തന്നെയായിരുന്നു. പക്ഷെ ഈ മരം AKG സെന്ററിന്റെ മുകളിലേക്ക് ചാഞ്ഞു കിടന്നിട്ടും ആരും അത് കണ്ടതായി ഭാവിക്കുന്നതേയില്ല. ഗോവിന്ദ മാഷ് മിണ്ടുന്നില്ല, പിണറായിയും മിണ്ടുന്നില്ല, A റഹിമോ MP രാജേഷോ എന്തിന് ആർഷോ പോലും മിണ്ടുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അണികൾ സത്യത്തിൽ സങ്കടത്തിലാണ്. ഗോവിന്ദ മാഷെ, താങ്കളാണോ ഈ ചരടുവലിയുടെ പിന്നിലെന്ന് അണികൾ സംശയിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്കിലും അവരുടെ മനസ്സിൽ ഒരു ചോദ്യമുണ്ട്. CPM എന്ന പാർട്ടി എന്തിനാണ് PV അൻവറിന്റെ മുമ്പിൽ മുട്ടിലെഴിയുന്നത്? MV ഗോവിന്ദന്റെ പവർ ഗ്രൂപ്പ് പാർട്ടിക്കകത്ത് രൂപപ്പെട്ടു കഴിഞ്ഞോ? P ജയരാജനെ ഇറക്കി വിട്ടു. ഇനി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയാണ് ഉന്നം. പാർട്ടി സെക്രട്ടറിയുടെ പവർ തിരിച്ചു പിടിക്കാനുള്ള കുതികാൽ വെട്ടാണോ മാഷെ ഈ നടക്കുന്നതൊക്കെ എന്നും അണികൾ ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ അന്തഃപുരത്തിലെ കാര്യമാണ്. പക്ഷെ മറ്റൊരു കാര്യം ജനങ്ങളോട് പറയാതിരിക്കാൻ എനിക്ക് കഴിയില്ല. കേരളത്തിൽ ഇനി ആരുടെയും ഫോൺ ചോർത്തപ്പെടാം. മറ്റൊരാളുടെ ഫോൺ ചോർത്തുക എന്നത് അക്ഷന്തവ്യമായ തെറ്റാണ്. ഫോൺ ചോർത്തുക എന്നത് ഒരു മൂന്നാം കിട ഏർപ്പാടുമാണ്. അതൊരു ക്രിമിനൽ സ്വഭാവമാണ്. PV അൻവർ എന്ന ജനപ്രതിനിധി ഉയർന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഫോൺ ചോർത്തിയപ്പോൾ അത് അൻവറിന്റെ കുശാഗ്ര ബുദ്ധിയുടെ ഏറ്റവും താഴെത്തട്ടിലുള്ള പ്രകടനമായി മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. സ്വന്തം മണ്ഡലത്തിലെ ഒരു വോട്ടർ ഇനി എങ്ങനെയാണ് PV അൻവറിനെ വിശ്വസിച്ച് ഫോൺ വിളിച്ച് ഒരു സങ്കടം പറയുക? രാജ്യത്തെ ഇന്റലിജൻസ് ബ്യൂറോയ്ക്ക് പോലും കിട്ടാത്ത വിവരങ്ങൾ എങ്ങനെയാണ് അൻവറിന്റെ കയ്യിൽ വന്നു ചേരുന്നത്? ഈ ചോദ്യം ചോദിക്കാൻ ഇവിടെ എന്താണ് ആളുകൾ ഇല്ലാതെ പോകുന്നത്? മറ്റേതോ രാജ്യത്തൊക്കെ ബിസിനസ് നടത്തുന്ന ആളാണ് അൻവർ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇയാൾ ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കില്ല എന്ന് ആര് കണ്ടു? സർക്കാരിന്റെ പോളിസികൾ, കേന്ദ്ര ഗവൺമെന്റിന്റെ പോളിസികൾ, നീക്കങ്ങൾ, പോലീസ് അന്വേഷണങ്ങൾ ഇതെല്ലാം ചോർത്തപ്പെടില്ല എന്നും ആര് കണ്ടു? PV അൻവർ സംശയത്തിന് മുന്നിലേക്ക് വരാത്തത് എന്തുകൊണ്ടാണ്? കഴിഞ്ഞ 6-7 വർഷമായി PV അൻവർ ആരുടെയൊക്കെ ഫോൺ കോളുകൾ ചോർത്തിയിട്ടുണ്ടാകും. എന്തുകൊണ്ട് അതൊരു നിയമപ്രശ്നമായി ഈ കേരളത്തിൽ ആരും ഉന്നയിക്കുന്നില്ല? എന്തുകൊണ്ട് ആഭ്യന്തര വകുപ്പ് ഒരു അന്വേഷണത്തിന് ഉത്തരവിടുന്നില്ല? ഫോൺ ചോർത്തി എതിരാളിയെ കാൽക്കീഴിലാക്കി തട്ടിക്കളിക്കുന്നത് എന്തുതരം രാഷ്ട്രീയമാണ്? കമ്മ്യൂണിസം എന്ന് അതിനെ വിളിക്കാൻ പറ്റുമോ? ഇദ്ദേഹം ഇനി ആർക്കൊക്കെ വില പറയുമെന്ന് ആര് കണ്ടു? ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും ഫോൺ ചോർത്തുക എന്നത് ഒരു തെറ്റാണ് എന്ന് ഈ കേരളത്തിൽ ആരാണ് വിളിച്ചു പറയുക? ഏത് സാംസ്കാരിക നേതാവാണ് പറയുക? ഏത് രാഷ്ട്രീയമാണ് പറയുക? മറ്റൊരാളുടെ, പ്രത്യേകിച്ച് ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ ഫോൺ ചോർത്തുക എന്നത് ഒരു നൈതിക പ്രശ്നമായി എന്തുകൊണ്ട് ഒരു സാംസ്കാരിക നേതാവും കാണുന്നില്ല? നീതി വാങ്ങിക്കൊടുക്കേണ്ട അധികാര സ്ഥാനത്തിരിക്കുന്ന ആളല്ലേ ഈ MLA? അദ്ദേഹം ഒരു അധോലോക പ്രവർത്തകനെ പോലെ പ്രവർത്തിക്കാൻ പാടുണ്ടോ? സത്യത്തിൽ ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് ആരുടെ കയ്യിലാണ്?
പിണറായിയുടെ കയ്യിലോ അതോ PV അൻവറിന്റെ കയ്യിലോ? ബാക്കി 97 MLA-മാരും ഇതിനെതിരെ മിണ്ടുന്നു പോലുമില്ല. അവരുടെയും ഫോൺ കോളുകൾ PV അൻവറിന്റെ കയ്യിൽ ഉണ്ടാകുമോ? എങ്കിൽ ഇത്രമാത്രം ഇല്ലീഗലായി പ്രവർത്തിക്കുന്ന MLA-മാരെ കേരള സമൂഹം ചുമക്കേണ്ട ആവശ്യമുണ്ടോ? ഇതിനെ എങ്ങനെ ജനാധിപത്യമെന്ന് പേര് വിളിക്കാം? വലിയൊരു മാറ്റം കേരളത്തിൽ നടക്കേണ്ടിയിരിക്കുന്നു. അതൊരു രാഷ്ട്രീയ ശുദ്ധികലശം തന്നെയായിരിക്കണം. നെറിയുള്ള ഒരു രാഷ്ട്രീയം ഈ മണ്ണിൽ അവതരിക്കേണ്ടിയിരിക്കുന്നു. അതിന് 1.5 വർഷം കൂടി കാത്തിരിക്കുക എന്നത് നിരാശാജനകമാണ് താനും.